ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ വാക്ക് അലോൺ എന്ന പോയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. രബീന്ദ്രനാഥ ടാഗോറാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. നമ്മുടെ നാഷണൽ ആന്തം എഴുതിയ പോയറ്റായ രബീന്ദ്രനാഥ ടാഗോർ. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ദ ലൈഫ് സ്റ്റോറീസ് ഓഫ് ബെദാനി ഹാമിൽട്ടൺ ആൻഡ് നീർജ ബാനു ആർ പവർഫുൾ ടെസ്റ്റമെൻറ്റ്സ് ടു ദ സ്ട്രെങ്ത് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്. നീർജ ബാനുവിൻ്റെയും ബെദാനി ഹാമിൽട്ടൻ്റെയും സ്റ്റോറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ കാണിക്കുന്ന നല്ലൊരു തെളിവ് തന്നെയായിരുന്നു അവരുടെ സ്റ്റോറി. ഹിയർ ഇസ് എ പോയം ബൈ ടാഗോർ ദാറ്റ് ടേക്സ് ദ റീഡേഴ്സ് ഓൺ എ കണ്ടംപ്ലേറ്റീവ് ജേർണി ഇൻ ടു ദ സെൽഫ്. വായനക്കാരെ മനുഷ്യൻ്റെ സെൽഫിലേക്കുള്ളൊരു ചിന്താപരമായ യാത്രയിലൂടെ കൊണ്ടുപോകുന്ന നല്ലൊരു പോയമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, വാക്ക് അലോൺ എന്ന പോയം. ഇഫ് നോ വൺ ലിസൺസ് ടു യുവർ കോൾ ദെൻ യു മസ്റ്റ് വാക്ക് ഓൺ എലോൺ. ആരും നിങ്ങളുടെ വിളി ശ്രദ്ധിക്കാനില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണം. മൂവ് ഓൺ എലോൺ, മൂവ് ഓൺ എലോൺ ആൻഡ് മൂവ് ഓൺ എലോൺ. ഒറ്റയ്ക്ക് നടക്കണം എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, നിങ്ങളോട് സംസാരിക്കാൻ ആരും തന്നെ ഇല്ലെങ്കിലും. ഓ മൈ ഹാപ്ലെസ് വൺ. ഹാപ്ലെസ് വൺ എന്ന് പറഞ്ഞാൽ അൺലക്കി വൺ എന്നാണ്, നിർഭാഗ്യവാനായ ആൾ. ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, എല്ലാവരും മറ്റു വഴിക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിലും. ഇഫ് എവരി വൺ ഈസ് എഫ്രൈഡ്, എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണെങ്കിലും. ദെൻ ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ് എലോൺ. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് തന്നെ പറയുക. സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഇഫ് എവ്രി വൺ ടേൺസ് എവേ, ഓ മൈ ഹാപ്ലെസ് വൺ. എൻ്റെ നിർഭാഗ്യവാനായ സുഹൃത്തെ, എല്ലാവരും നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണെങ്കിലും. ഇഫ് ആസ് യു വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്, ഒരുപക്ഷെ നിങ്ങൾ ഒരു ഇരുട്ട് നിറഞ്ഞ റോഡിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിലും, ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിലും. നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേണി, ആരും തന്നെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല. ദെൻ യു മസ്റ്റ് ക്രഷ് ദ തോൺസ് ഇൻ യുവർ പാത്ത്, നിങ്ങളുടെ വഴിയിലെ മുള്ളുകളെ നിങ്ങൾ തന്നെ തകർത്ത് കളയണം. വിത്ത് യുവർ ബ്ലീഡിങ് ഫീറ്റ് ആൻഡ് വാക്ക് എഹെഡ് എലോൺ. മുള്ളുകൾ തകർത്ത് കളയുമ്പോൾ നിങ്ങളുടെ കാലുകളിൽ മുറിവേറ്റ് രക്തം വാർന്നൊഴുകുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് തന്നെ നടന്നു പോകണം. ഇവിടെ തോൺസ് ഇൻ യുവർ പാത്ത് എന്ന് ഉദ്ദേശിച്ചത് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. ബ്ലീഡിങ് ഫീറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും, അവയാണ്. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. തേർഡ് സ്റ്റാൻസ നോക്കാം. ഇഫ് നോ വൺ ഹോൾഡ്സ് അപ്പ് എ ലൈറ്റ്, ഓ മൈ ഹാപ്ലെസ് വൺ. എൻ്റെ നിർഭാഗ്യവാനായ സുഹൃത്തെ, ആരും തന്നെ നിനക്കൊരു വെളിച്ചം കാണിച്ചു തരാനില്ലെങ്കിലും. ഇഫ് ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, നല്ല ഇരുട്ടുള്ള കൊടുങ്കാറ്റുള്ള ഒരു മഴ പെയ്യുന്ന രാത്രിയിൽ. എവരി വൺ സീക്സ് റെഫ്യൂജ് ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ, എല്ലാവരും ഒരു അടഞ്ഞ വാതിലിന് പിറകിൽ അഭയം തേടിയപ്പോഴും. ദെൻ വിത്ത് ദ ഫ്ലെയിം ഫ്രം എ റോറിംഗ് ലൈറ്റ്നിങ് സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ ആൻഡ് ഷൈൻ എലോൺ ദാറ്റ് മെനി മേ ആസ്പയർ. ഇടിമിന്നലിൻ്റെ ഫ്ലെയിമിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിന് തിരികൊളുത്തുക, ഹൃദയത്തിന് ശക്തി പകരുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഷൈൻ എലോൺ, ഹൃദയത്തിന് ശക്തി പകർന്നുകൊണ്ട് പലരും ആഗ്രഹിച്ചേക്കാവുന്ന രീതിയിൽ തിളങ്ങി നിൽക്കുക. പോയം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള ഒരു പോയമാണിത്. നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. About the author, Rabindranath Tagore, 1861 to 1941, often referred to as Gurudev, was a polymath, a revered Indian poet, artist, musician and philosopher. ടാഗോറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരുപാട് കഴിവുകളുള്ള ഒരു എഴുത്തുകാരനും കവിയും ആർട്ടിസ്റ്റും തത്വചിന്തകനുമായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് ഗുരുദേവ് എന്നാണ്. His collection Geetanjali, Song Offerings, won him the Nobel Prize for Literature in 1913, recognizing his profound insights and philosophical depth. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഗീതാഞ്ജലി അഥവാ സോങ് ഓഫറിങ്സ് എന്ന കൃതിക്ക് 1913 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഗാധമായ ഉൾക്കാഴ്ചയും ആഴത്തിലുള്ള തത്വചിന്തയുമാണ് ഗീതാഞ്ജലി എന്ന വർക്കിൽ നമുക്ക് കാണാൻ പറ്റുക. ടാഗോർ വാസ് നോട്ട് ഓൺലി എ ലിറ്റററി ഐക്കൺ. ടാഗോർ വെറും ഒരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല, ബട്ട് ഓൾസോ എ കീ ഫിഗർ ഇൻ ഇന്ത്യാസ് ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. അദ്ദേഹം നല്ലൊരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. ഹീ ഈസ് ദ റിനൗണ്ട് കമ്പോസർ ഓഫ് ദ നാഷണൽ ആന്തംസ് ഓഫ് ഇന്ത്യ, ജനഗണമന ആൻഡ് ഓഫ് ബംഗ്ലാദേശ്, അമർ സോന ബംഗ്ല. നമുക്കറിയാം, നമ്മുടെ ദേശീയഗാനമായ ജനഗണമനയും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന ബംഗ്ലയും കമ്പോസ് ചെയ്തത് രബീന്ദ്രനാഥ് ടാഗോറാണ്. His words celebrate the beauty of life, love and the human spirit. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനുഷ്യൻ്റെ ആത്മാവിൻ്റെയും ഭംഗിയാണ്.
വോക്ക് അലോൺ എന്ന ടാഗോറിൻ്റെ പോയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.